ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് മൈ ചാനൽ. എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഒരു വീഡിയോ ഒക്കെ ആയിട്ട് വന്നിട്ട് കുറേ നാളുകളായി, ഏകദേശം 3 മാസത്തിന് മേളിലായി. അപ്പോൾ ഇന്ന് നമ്മൾ പോകാൻ പോകുന്ന സ്ഥലം ജബൽ സംഹാനിലേക്കാണ്. അപ്പോൾ ജബൽ സംഹാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ജബൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലകൾ എന്നാണ് അർത്ഥം. അപ്പോൾ മലകളുടെ മുകളിലായിട്ടുള്ള ഒരു സ്ഥലം എന്നാണ് ഈ ഒരു പേര് കൊണ്ട് തന്നെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ജബൽ സംഹാനിലേക്ക് പോകാനുള്ള പല വഴികളുണ്ട്. അപ്പോൾ നമ്മളിന്ന് പോകുന്നത് താക്കായി ചെന്നിട്ട് അവിടെ നിന്നാണ് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ നേരെ ജബൽ സംഹാനിലേക്ക് പോവാണ്. അപ്പോൾ ഖരീഫൊക്കെ കഴിഞ്ഞ് വേനൽക്കാലം സ്റ്റാർട്ട് ചെയ്യാറായി. അപ്പോൾ അതുകൊണ്ട് തന്നെ പച്ചപ്പൊക്കെ വളരെയധികം കുറഞ്ഞു വന്നിരിക്കുകയാണ്. അപ്പോൾ ഖരീഫിൻ്റെ സമയത്തൊന്നും എനിക്കിവിടെ വരാൻ പറ്റിയില്ല, വളരെ തിരക്കായിപ്പോയി. അപ്പോൾ വഴി നീളെ ഒട്ടകവും അതുപോലെ തന്നെ കഴുതയും പശുവും ഇതെല്ലാം നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ നമ്മുടെ ഈ ഒരു യാത്ര എന്ന് പറയുന്നത് ജബൽ സംഹാനിലേക്കാണ്. അപ്പോൾ അവിടെ എന്തൊക്കെയാണ് കാണാനുള്ളതെന്നുള്ളത് നമുക്ക് അവിടെ ചെന്നിട്ട് കാണാം. ഞാനും ഇത് ആദ്യമായിട്ടാണ് പോണത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്കും ഉള്ളതുപോലെ തന്നെ എനിക്കും വളരെ ആകാംക്ഷയുണ്ട് അവിടെ എന്താണ് എന്നുള്ളത് കാണാൻ വേണ്ടി. അപ്പോൾ നമ്മൾ സലാലയിലേക്ക് ഫ്ലൈറ്റിൽ വരുമ്പോഴത്തേക്ക് ഇതിൻ്റെ കുറച്ച് ഭാഗങ്ങളൊക്കെ കാണാൻ പറ്റും എന്നാണ് പറഞ്ഞത്. അപ്പോൾ എനിക്ക് കറക്റ്റ് സ്ഥലം അറിയത്തില്ലാത്തതുകൊണ്ട് തന്നെ ഞാനും പോന്നപ്പോൾ സലാലയിലേക്ക് എത്തുന്നതിന് മുന്നേ കുറച്ച് മലകളും കുറച്ച് നല്ലൊരു വ്യൂസ് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ആ ഒരു ഏരിയയിലോട്ടാണ് നമ്മൾ പോണത്. അപ്പോൾ ആ മലയുടെ അങ്ങ് മുകളിലേക്ക് തന്നെ പോകണം. അപ്പോൾ ഇവിടെയൊക്കെ വഴിയൊന്നും അത്ര തിരക്കോ കാര്യങ്ങളൊന്നുമില്ല. പക്ഷേ ഇത് ഖരീഫിൻ്റെ സമയമൊക്കെ ആകുമ്പോഴത്തേക്ക് അത്യാവശ്യം നല്ല തിരക്കൊക്കെ ഉള്ള ഒരു സ്ഥലം തന്നെയാണിത്. അപ്പോൾ നമുക്കിനി നേരെ ജബൽ സംഹാനി ചെന്നിട്ട് ബാക്കി കാര്യങ്ങൾ കാണാം. നമ്മുടെ യാത്ര അങ്ങനെ ജബൽ സംഹാനിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിനപ്പുറേ കാണുന്ന ആ ഒരു ഏരിയയാണ് ഈ ഒരു ഏരിയയ്ക്കാണ് നമ്മൾ ജബൽ സംഹാൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ എന്താണ് കാണാനുള്ളതെന്ന് പറഞ്ഞാൽ ഈ ഒരു ബാരിക്കേഡിനപ്പുറത്താണ് നമ്മുടെ കാഴ്ചകളൊക്കെ ഒതുങ്ങി നിൽക്കുന്നത്. അപ്പോൾ ഇവിടെ 2-3 കടകളൊക്കെ ഉണ്ട്. നമ്മൾ വന്ന സമയം ഉച്ചയായതുകൊണ്ട് തന്നെ ആ കടകളൊന്നും അത്ര സജീവമായിട്ടില്ല. നല്ല വെയിലുണ്ട്. അതുകൊണ്ട് തന്നെ അകിലൊക്കെ സൈഡിലൊക്കെ കയറി നിൽക്കുക. അപ്പം വീഡിയോ എടുക്കാൻ നല്ല ബുദ്ധിമുട്ടാണ്, നല്ല വെയിലാണ്. അപ്പം ഇവിടെ അധികം തണലോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇപ്പോൾ അത്യാവശ്യം വെള്ളം കുടിക്കാനൊക്കെ ചെറിയൊരു ഷോപ്പ് അവിടെയുണ്ട്. അപ്പോൾ അവിടെ നിന്ന് ഞങ്ങളൊരു വെള്ളമൊക്കെ മേടിച്ചുകൊണ്ട് ഞങ്ങൾ നേരെ താഴേക്ക് നടന്നു പോകണം. ഒരു 100-150 മീറ്ററോളം താഴേക്ക് നടന്ന് ഇറങ്ങി കാണാനുണ്ട്. അപ്പോൾ ഇവിടുത്തെ ഇന്ന് നല്ല ക്ലിയർ സ്കൈ ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല വിസിബിലിറ്റി കിട്ടും, നല്ല കാഴ്ചകൾ നമുക്ക് താഴേക്ക് കാണാൻ പറ്റും. പക്ഷേ ഇവിടെ ഇങ്ങനെ കാഴ്ചകളിനെ കഴിഞ്ഞ് നല്ലത് ഈ മേഘങ്ങൾ വന്ന് മൂടുന്നതാണ്. അപ്പോൾ അത് നമുക്ക് കാണാനുള്ള ഭാഗ്യം ഇന്ന് ഏതായാലും ഉണ്ടായിട്ടില്ല. ഏതായാലും നമ്മൾ ഇനി അടുത്ത പ്രാവശ്യം വരുമ്പോഴത്തേക്ക് എന്തായാലും അതേ ഒരു കാലാവസ്ഥ കണക്ക് കൂട്ടി തന്നെയായിരിക്കും വരുന്നത്. അപ്പോൾ താഴേക്ക് പോകാനുള്ള ആ ഒരു നടപ്പാതയൊക്കെ നല്ല പാവിങ് ടൈലൊക്കെ വിരിച്ചിട്ടുണ്ട്. അപ്പോൾ അതുവഴി നമുക്ക് നേരെ താഴേക്കൊന്ന് ഇറങ്ങി നോക്കാം. അവിടെ ചെന്ന് കഴിയുമ്പോഴാണ് നമ്മുടെ യഥാർത്ഥ കാഴ്ചകളിലേക്ക് പോകുന്നത്. പക്ഷേ ഇവിടെ ഈ ഒമാനി വന്നിട്ട് ഞാൻ പോകുന്ന സ്ഥലങ്ങളിലെല്ലാം മലകളിലൊരു പ്രത്യേകതയാണ്. ഇതുപോലെ തന്നെ കാർവ് ചെയ്തെടുത്തേക്കുന്ന രീതിയാണ്. പല രീതിയിൽ ഇങ്ങനെ ദ്രവിച്ചു പോയ കാർവ് ചെയ്തെന്ന് പറയാൻ പറ്റത്തില്ല, ഏകദേശം ദ്രവിച്ചു പോയ പോലെയൊക്കെ തോന്നും നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ. അപ്പോൾ ഇങ്ങനെ ചെറിയ ചെറിയ ഹോളുകളും അതുപോലെ തന്നെ ഒരു പ്രത്യേക രീതിയാണ് മലകൾക്കും. അതുപോലെ തന്നെ മണ്ണിൻ്റെ നിറമൊക്കെ ആണെങ്കിൽ ഒരു പ്രത്യേക രീതിയാണ്. ഇവിടെയൊക്കെ
ഇവിടെയൊക്കെ കുറച്ച് ഡേഞ്ചറാണ്. എന്നിരുന്നാലും നമുക്ക് അത്രയ്ക്ക് പേടിക്കേണ്ട ഒരു കാര്യമില്ല, നമുക്ക് ശ്രദ്ധിച്ച് പോയാൽ മതി. പിന്നെ ഒത്തിരി അടിച്ചു പൊളിച്ച് പോകുന്ന പോലെ നാട്ടിലെ പോലെ തന്നെ ഇവിടെയും അത്യാവശ്യം ഡേഞ്ചറായിട്ടുള്ള സ്ഥലങ്ങളൊക്കെ തന്നെയാണ്. അപ്പോൾ ഇവിടെ വന്ന് കഴിയുമ്പോഴത്തേക്കും താഴത്തേക്ക് നോക്കുമ്പോൾ കാണുന്ന ആ ഒരു വ്യൂ അതൊരു മാരകമായിട്ടുള്ള ഒരു കാഴ്ച തന്നെയാണ്. ഭയങ്കര ഒരു രസമാണ്, നമുക്ക് വർണ്ണിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു ഭംഗിയാണ് നമുക്കിവിടെ ആസ്വദിക്കാൻ പറ്റുന്നത്. അത്യാവശ്യം നല്ല കാറ്റുമുണ്ട്. അപ്പോൾ ഒരു വെയിൽ നമുക്ക് തോന്നാത്ത രീതിയിലാണ് ആ ഒരു കാറ്റുമുണ്ട്. നമുക്ക് കുറച്ചുകൂടെ താഴേക്ക് ഇറങ്ങി നോക്കാം. കുറച്ചുകൂടെ താഴേക്ക് ഇറങ്ങി ചെല്ലുമ്പോഴും ഇതേപോലെ തന്നെ കാഴ്ചകളുടെ ഭംഗി കൂടിക്കൂടി വരുന്നുണ്ട്. ഇതിൻ്റെ അങ്ങേ തലയ്ക്ക് നോക്കിക്കഴിയുമ്പോൾ നമുക്ക് കാണാൻ പറ്റും അവിടെ ഇങ്ങനെ അത്യാവശ്യം മേഘമൊക്കെ വന്ന് കവർ ചെയ്ത് വരുന്നുണ്ട്. പക്ഷേ ഇത് നമുക്ക് ഇങ്ങോട്ട് കവർ ചെയ്ത് കിട്ടാൻ സാധ്യത വളരെ കുറവാണ്. അപ്പോൾ ഇവിടെ ചോദിച്ചപ്പോഴും പറഞ്ഞത് ഇന്ന് രാവിലെ മുതൽ ഇങ്ങനെയാണ്, അത്യാവശ്യം മേഘമൊന്നും കവർ ചെയ്തിട്ടില്ല, ഈ ഒരു രീതിയിൽ തന്നെയാണ്, ഇവിടെ ഇങ്ങനെ തന്നെ ആയിരുന്നു എന്നാണ് ഇവിടെ ചോദിച്ചപ്പോഴൊക്കെ അറിയാൻ പറ്റിയത്. അപ്പോൾ നമുക്ക് അതാണ് ഇതിൽ ലാസ്റ്റ്. ഇതിന് കുറച്ചുകൂടെ അങ്ങോട്ട് പോകാം, എന്നിരുന്നാലും നമ്മൾ അങ്ങോട്ട് റിസ്ക് എടുത്ത് ഇറങ്ങി പോകുന്നില്ല. പിന്നെ ഇതിന് താഴേക്ക് ഒരു ട്രക്കിംഗ് റൂട്ടുണ്ട്. അത് നമ്മുടെ ട്രക്കിങ് ടീമൊക്കെ ആയിട്ട് കോൺടാക്ട് ചെയ്തെങ്കിൽ മാത്രമേ ഉള്ളൂ നമുക്ക് ആ റൂട്ടിലേക്ക് ട്രക്ക് ചെയ്ത് പോകാൻ പറ്റത്തുള്ളൂ. അതിനൊന്നും നമുക്ക് സമയമില്ല. ഏകദേശം 7 മണിക്കൂർ 8 മണിക്കൂറൊക്കെ ട്രക്ക് ചെയ്ത് പോകുന്ന ഒരു റൂട്ടാണത്. അപ്പോൾ ഇവിടെ നിന്ന് നോക്കുമ്പോൾ കാണുന്നത് ഒരു വ്യൂ, അതൊരു ഭയങ്കര വ്യൂ തന്നെയാണ്. നമ്മൾ ഈ ഹെലികോപ്റ്ററിലൊക്കെ നിന്ന് കാണുന്ന ആ ഒരു വ്യൂ തന്നെയാണ്. അപ്പോൾ നമുക്കിവിടെ നിന്ന് കഴിഞ്ഞാൽ കിട്ടുന്ന ആ ഒരു ഫീല്, അതൊരു വല്ലാത്ത ഫീല് തന്നെയാണ്. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് കുറച്ച് നേരമൊക്കെ ഇവിടെ ഇരിക്കാം എന്ന് കരുതി ഞാനൊന്നിരുന്ന് അങ്ങനെ നമ്മുടെ കാഴ്ചകളൊക്കെ ഇങ്ങനെ കണ്ടവിടെ ആസ്വദിച്ച് കുറച്ച് നേരമൊക്കെ ഇരുന്ന്, നല്ല കാറ്റുമുണ്ട്. അതുപോലെ തന്നെ ഒരു പ്രത്യേക ഒരു വൈബ് തന്നെയാണ് ഇവിടെ വന്നു കഴിയുമ്പോൾ. നാട്ടിലെ പോലെ തന്നെ കുറച്ച് ചെടികളും ഒക്കെ ഇവിടെ സുലഭമാണ്. അങ്ങനെ ഇവിടെ വന്നിരുന്നപ്പോൾ എൻ്റെ മനസ്സിലേക്ക് ആദ്യം ഓടി വന്നത് നമ്മുടെ രാമക്കൽമേടിൻ്റെ ടോപ്പിൽ വന്നിരിക്കുന്നതും അതുപോലെ തന്നെ ഈ മേഘം വന്ന് കവർ ചെയ്തതും കാണുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് നമ്മുടെ കൊളുക്കുമലയിലെ സൂര്യോദയം, ആ മഞ്ഞുപാളികൾക്കും അതുപോലെ തന്നെ ആ മഞ്ഞ് മേഘങ്ങൾക്കും ഇടയിലൂടെ വരുന്ന ആ സൂര്യോദയം, അതൊക്കെയാണ് എൻ്റെ മനസ്സിലേക്ക് ആദ്യം ഓടി വന്നത്. അപ്പോൾ നിങ്ങൾക്കും അങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുതേ. അപ്പോൾ ഇതുപോലുള്ള കാഴ്ചകൾ ഇനിയും നമ്മൾ തുടരുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ നമ്മളെ സപ്പോർട്ട് ചെയ്യാനും മറക്കാതിരിക്കുക. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും ഈ ഒമാനിലോ സലാലിലോ ഒക്കെ ഉണ്ടെങ്കിൽ നമ്മളുമായിട്ടൊന്ന് കോൺടാക്റ്റ് ചെയ്യാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ കമൻറ്റ് ചെയ്യുക. അപ്പം അത് നമുക്കും ഒരുമിച്ചുള്ള യാത്രകളും അതുപോലെ തന്നെ യാത്രകളെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവരുടെ അഭിപ്രായങ്ങളും ഇനി നമുക്കിതുപോലെ തന്നെ പോകാൻ പറ്റിയ സ്ഥലങ്ങളും ഒക്കെ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക എന്ന് എൻ്റെ ഒരു അഭ്യർത്ഥനയാണ്. അപ്പം എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് കാണുന്നവരെ എല്ലാവർക്കും ഒരിക്കൽ കൂടി ബൈ ബൈ.